നമുക്ക് അറിയാം നമ്മുടെ കുട്ടികളെല്ലാം തന്നെ കാണുന്നത് എന്തും ഇമിറ്റേറ്റ് ചെയ്യാൻ പ്രവണതയുള്ളവരാണ്. അപ്പം കുട്ടികളുടെ ഒരു നേച്ചറാണ് അവരെന്ത് കണ്ടാലും അത് അനുകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം അതായത് വയലൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റോ അല്ലെങ്കിൽ മൂവീസോ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് നമ്മൾ പണ്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ സുലഭമായ രീതിയിൽ കുട്ടികൾക്ക് മൊബൈലിലൂടെയും മറ്റ് ഡിവൈസുകളിലൂടെയും ഒക്കെ ധാരാളം കാര്യങ്ങൾ കാണാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ തിരക്കുകൾക്കിടയിൽ നമ്മൾ കുട്ടികൾ എന്താണെന്ന് കാണുന്നത് മോണിറ്റർ ചെയ്യാറില്ല. വയലൻസ് ആയിട്ടുള്ള മൂവീസിൻ്റെ എണ്ണം കൂടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമുക്കറിയാം പലപ്പോഴും മുതിർന്ന ആളുകൾക്ക് കാണാൻ യോജിച്ച രീതിയിലുള്ള സിനിമകൾ പലതും കുടുംബമായിട്ടായിരിക്കും പലരും പോയി കാണുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന മൂവീസിലൊക്കെയും വയലൻസിൻ്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മളിതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റിയും ഒക്കെ പറഞ്ഞ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ ടോപ്പിക്കിൽ നിന്ന് യഥാർത്ഥ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഈ കാര്യത്തെ വഴിതിരിച്ചു വിടാറുണ്ട്. പലപ്പോഴും ഒരു ഭീകരമായ വയലൻസ് ഉള്ള ഒരു മൂവി അല്ലെങ്കിൽ സ്ഥിരമായി അങ്ങനെ കണ്ടന്റ് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മറ്റുള്ളവരോടുള്ള എമ്പതി നഷ്ടപ്പെടാൻ കാരണമാകും. അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പരിഹാരം വയലൻസ് മാത്രമാണ്. അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് വയലൻസിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു മെസ്സേജൊക്കെ പല മൂവീസും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം പല മാതാപിതാക്കളും നമ്മൾ ഡിവൈസസൊക്കെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നതെന്ന് പോലും മോണിറ്റർ ചെയ്യാറ് കൂടിയില്ല. പലപ്പോഴും പല ടീനേജിൽ വരുന്നതൊക്കെ കുട്ടികളൊക്കെ കാണുന്ന പല ആനിമേറ്റഡ് സീരീസും ഒരുപാട് വയലൻസ് നിറഞ്ഞ സീരീസാണ്. നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന പല കുട്ടികളുടെയും സംസാരത്തിൻ്റെ ടോൺ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ലാംഗ്വേജ് അവരുപയോഗിക്കുന്ന വാക്കുകളൊക്കെയും അവർ മാതാപിതാക്കളെ എത്ര ഭംഗിയായിട്ട് നല്ലതായിട്ട് കുട്ടികളെ പേരൻറ്റിങ് ചെയ്യുന്നവരാണെങ്കിൽ പോലും പലരും എങ്ങനെയാണ് ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരുടെ സംസാരവും രീതികളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് പലരും വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ടീനേജിലുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ടീനേജ് ഉള്ള 2 കുട്ടികളുള്ള ഒരു അമ്മയായതുകൊണ്ട് തന്നെ എനിക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം കുട്ടികൾ സ്കൂളിൽ കാണുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനെ പറ്റിയൊക്കെ വീട്ടിൽ വന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. നമ്മൾ കാണാറുണ്ട് സൊസൈറ്റിയിൽ ഒരുപാട് തരത്തിലുള്ള വയലൻസ്, അതായത് ആ കുട്ടികൾ ചെറു പ്രായത്തിലുള്ള യുവാക്കളും യുവതികളുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ സൊല്യൂഷനായിട്ട് ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് കേൾക്കുന്നതിലധികമായിട്ട് അതിക്രമങ്ങളുടെയും അല്ലെങ്കിൽ വയലൻസിൻ്റെയൊക്കെ അതിപ്രസരം നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട്. അതിന് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ വയലൻസ് ഉള്ള കണ്ടൻറ്റ് ഒരുപാട് കാണുന്നതും ഒരു കുട്ടിയുടെ ഒരു വളർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചാഘട്ടങ്ങളെയോ ഒരു ഫിക്ഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റാതെയാവുന്നതിനോ അല്ലെങ്കിൽ അവന് ആങ്സൈറ്റിയും അവന് ഓരോ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. ഒരു മെൻ്റൽ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിനിടയിലൊക്കെ തന്നെ ആളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സാവധാനം പരിഹരിക്കുന്നതിന് പകരമായിട്ട് അതിനെ വയലൻസിലൂടെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ പല കുട്ടികളും ശ്രമിക്കുന്നത് പല വാർത്തകളിൽ നിന്നിവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇതിന് പ്രധാനമായിട്ട് പേരൻസിന് പലപ്പോഴും സാധിക്കാറില്ല തിരക്കുകൾക്കിടയിലെങ്കിൽ പോലും കൃത്യമായി കുട്ടികൾ കാണുന്ന കണ്ടൻറ്റുകൾ എന്ത് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക, പ്രായത്തിന് അനുയോജ്യമായ കണ്ടൻറ്റുകൾ, അതായത് നമ്മളൊരു 18 വയസ്സ് കുട്ടി കാണേണ്ട കണ്ടൻറ്റുകൾ ഒരു കാരണവശാലും മറ്റ് ചെറിയ കുട്ടികൾ കാണാൻ അനുവദിക്കരുത്. പലപ്പോഴും നമുക്കറിയാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉൾപ്പെടെ പോലും പല വീടുകളിലും പല കുട്ടികളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും അവരുടെ പ്രായത്തിനനുസൃതമായിട്ടല്ല. ചെറിയ കുട്ടികൾ പേരൻസിൻ്റെ പേരിലൊക്കെ അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ നിന്ന് മറ്റുള്ള ആളുകളോട് ഇൻറ്ററാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ പലതരത്തിലുള്ള അവരുടെ ഏജിനനുസരിച്ച് കാണരുതാത്ത കാര്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ പലപ്പോഴും ഇത് തിരക്കുകൾക്കിടയിൽ ശ്രദ്ധിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ കുട്ടികൾക്ക് കറക്റ്റായിട്ട് സ്ക്രീൻ ലിമിറ്റ് കൊടുക്കുക. മൂവീസ് കാണാൻ പോകുന്ന സമയത്ത് തന്നെ ഇതെൻ്റെ കുട്ടിയുടെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള കണ്ടൻ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ എൻഷുർ ചെയ്യുക. വയലൻസ് ആയിട്ടുള്ള സിനിമകളും മറ്റു കാര്യങ്ങളും കാണുന്നതിൽ നിന്ന് കഴിവതും കുട്ടികളെ മാറ്റി നിർത്തുക ഒക്കെ ചെയ്യേണ്ടത് നമ്മളെ മാതാപിതാക്കൾ നിലയിൽ ഇപ്പം വളരെ അലേർട്ടായിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇതിനെപ്പറ്റി ആൾക്കാർ സംസാരിക്കുമ്പം പല വിദഗ്ധരായ ആളുകൾ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ബോധവൽക്കരണ രീതിയിലുള്ള എഴുത്തുകളും പോസ്റ്റുകളൊക്കെ ഇടുന്ന സമയത്ത് പല ആൾക്കാരും അതിനിടയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ പല ഡിസ്കഷൻസും ഇടയിൽ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ എഴുതുമ്പോൾ വളരെ മോശമായിട്ട് ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്.
സത്യത്തിൽ പഠനങ്ങൾ തെളിയിക്കുന്നത് വയലൻസ് ഉള്ള മൂവികൾ സ്ഥിരമായി കാണുന്ന, അല്ലെങ്കിൽ മൂവീസ് എന്നല്ല, വയലൻസ് ഉള്ള എന്ത് കണ്ടന്റ് ആണെങ്കിലും, അത് ഷോർട്സ് ആവാം, ഏതെങ്കിലും അനിമേറ്റഡ് സീരീസ് ആവും, എന്ത് കാര്യങ്ങളാണെങ്കിലും അത് കുട്ടികളെ വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ, അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസിനെയും അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും ഒക്കെ വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മുതിർന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വളരെ പ്രധാനമായിട്ട് ഇരിക്കേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ കാണുന്ന കണ്ടന്റുകൾ കറക്റ്റായി മോണിറ്റർ ചെയ്യുക എന്നുള്ളതൊക്കെ. താങ്ക് യു.